ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഓണത്തിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത്, ഉരുളക്കിഴങ്ങ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത്, പച്ചമുളക്, പിന്നെ മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബീൻസ് ഇടണോർക്ക് ഇടാം. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, കാരണം എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ പച്ചക്കായ ഇടണവർക്ക് ഇടാം, പക്ഷേ എൻ്റെ അടുത്തില്ലായിരുന്നു, അതാടാത്ത കേട്ടോ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക, കൂടെ കറിവേപ്പിലയും. ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ക്യാരറ്റ് ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് വേവിക്കണം. ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് മൂടി വയ്ക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അവിയൽ വേവിക്കൽ. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെയും മൂടി കൊടുക്കുക. വെന്തിട്ടില്ലെങ്കിൽ പിന്നെയും മൂടി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കണം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പിന് തേങ്ങ, ചെറിയ ജീരകം, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം അരച്ച അരപ്പ് തയ്യാറാക്കുക. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം അതെല്ലാവർക്കും അറിയുന്നൊരു ഇതായതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ വീഡിയോ ലാഗാക്കേണ്ട വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.